എലപ്പുള്ളി പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പ്രതിഷേധം. അടിയന്തര ബോർഡ് യോഗത്തിനിടെ ബിജെപിയും കോൺഗ്രസും പ്രതിഷേധിക്കുകയാണ്. ബ്രൂവറി ആരംഭിക്കാൻ അനുമതി നൽകിയ സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കുന്നത് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് പ്രതിഷേധം. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, യോഗം ബഹളത്തിലാണ്. നേരത്തെ ഇന്നലെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ CPM പ്രതിഷേധം ഒരുക്കിയിരുന്നു. എന്താണ് നടക്കുന്നത്? അല്പസമയം മുമ്പാണ് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി ഒരു ബോർഡ് യോഗം വിളിച്ചു ചേർത്തത്. പ്രധാനമായും ഒയാസിസ് കമ്പനിക്കെതിരെ അല്ലെങ്കിൽ ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കുക എന്ന അജണ്ട ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തത്. ഇതിനിടയിൽ ഇപ്പോൾ ഏതായാലും സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം ഭരണസമിതി എടുത്തിരിക്കുന്നു. വൈസ് പ്രസിഡന്റിനെ ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ CPM അംഗങ്ങൾ ഈ വിഷയത്തിലൊരു എതിർപ്പ് ഉന്നയിച്ച് ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒയാസിസ് കമ്പനിക്കെതിരെ കേസ് പോകുന്നതിനെ തങ്ങൾ എതിർക്കുന്നു. ഒരു പ്രശ്നവുമില്ലാതെയാണ് ഒയാസിസ് കമ്പനി വരിക എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേസിന് പോകരുത് എന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് എന്നുള്ളതാണ് ഇപ്പോൾ CPMന്റെ അംഗങ്ങൾ ഇപ്പോൾ പഞ്ചായത്തിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് CPMന്റെ അംഗങ്ങൾ ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യോഗം ചേരാൻ വേണ്ടി ബോർഡ് വിളിച്ചിരുന്നെങ്കിലും പക്ഷേ CPM നേതാക്കളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉപരോധിച്ചതോടെ പിന്നീട് പഞ്ചായത്ത് ഭരണസമിതിക്കോ മറ്റ് അംഗങ്ങൾക്കോ അല്ലെങ്കിൽ ജീവനക്കാർക്കോ പഞ്ചായത്തിനകത്ത് കയറാൻ സാധിച്ചിരുന്നില്ല. അതോടുകൂടി പിന്നീട് ബോർഡ് യോഗം ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഒരു അടിയന്തര ബോർഡ് യോഗമാണ് ഇപ്പോൾ ഈ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എലപ്പുള്ളിയിൽ ചേരുന്നത്. ഏതായാലും ഈ യോഗത്തിനിടയിൽ പഞ്ചായത്ത് സെക്രട്ടറി സർക്കാരിനെതിരെ ഈ കോടതിയെ സമീപിക്കുന്നതിനെതിരെ ഒരു വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. സർക്കാരിനെതിരെ കേസ് നൽകുമ്പോൾ അതിൽ കൃത്യമായി തന്നെ നിയമോപദേശം തേടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഭരണസമിതിയുടെ ഈ തീരുമാനത്തിൽ കൂടെ നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ CPMന്റെ എതിർപ്പ് എല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി സർക്കാരിനെതിരെ ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ടുള്ള സുനിൽ കുമാറിനെ ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ നടക്കുന്ന ബഹളങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നിന്നുള്ള കാഴ്ച ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.